ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യാത്രയിൽ രണ്ട് കബറാളികളുടെ അരികിലൂടെ നടന്നു പോകേണ്ട അവസ്ഥയുണ്ടായി. അപ്പോൾ സഹാബാക്കളോട് പറഞ്ഞു, ഈ രണ്ട് കബറുകളാണ് ഈ കാണുന്നത്. ഈ രണ്ട് കബറിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുകയാണ്. അവരുടെ കബറിൽ അവർ ശിക്ഷിക്കപ്പെടാൻ കാരണം വലിയ തെറ്റുകളൊന്നുമല്ല. ഒരു കബറാളി ചെയ്ത തെറ്റ് അയാൾ മൂത്രമൊഴിച്ചാൽ നന്നായിട്ട് ശുദ്ധീകരിക്കുന്നുണ്ടായിരുന്നില്ല ജീവിതകാലത്ത്. മറ്റേ ആൾ കാന യംശി ബിൻ നമീമ, ജീവിതകാലത്ത് നമീമത്ത് പറഞ്ഞു നടന്ന ആളാണ്. ഇതാണ് ഈ രണ്ട് കബറാളികൾ ശിക്ഷിക്കപ്പെടാൻ കാരണം. അത് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പച്ച കമ്പൊടിച്ച് ആ കബറിന്റെ മുകളിൽ, രണ്ട് കബറിന്റെ മുകളിൽ കുത്തി. എന്നിട്ട് പറഞ്ഞു, ഇത് ഉണങ്ങാത്ത കാലത്തോളം ഈ കബറാളികൾക്ക് അതിന്റെ ആശ്വാസം ലഭിക്കും എന്ന് പറയുകയുണ്ടായി. അപ്പൊ കബറടക്കി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ പച്ച കമ്പ് കുത്തുക എന്നുള്ളത് ഷാഫി മദ്ഹബിൽ അത് പ്രത്യേകം സുന്നത്താണ്. ഹനഫി മദ്ഹബിൽ പ്രത്യേകം പരാമർശിക്കുന്നില്ല. അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ആ പച്ച കമ്പിന്റെ തസ്ബീഹുകൾ ആ കബറാളികൾക്ക് ആശ്വാസം നൽകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കുത്തിയിരിക്കുന്ന കമ്പുകൾ ഒടിച്ചു മാറ്റൽ, വെട്ടി മാറ്റൽ ഹറാമാണ്. അത് ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടെ ബന്ധുക്കളെ കബറടക്കും അടുത്ത കബറിൽ നിന്ന് കമ്പൊടിച്ച് കുത്തരുത്. അത് ഹറാമാണ് അത് ചെയ്യുന്നത്. ആ കബറാളിക്ക് കിട്ടേണ്ട അവകാശം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. ആ കബറാളിയോട് പൊരുത്തപ്പെടിപ്പിക്കാനുള്ള അവസരം പോലും ഇല്ല, ആൾ മരിച്ചുപോയി. അപ്പൊ ചെയ്യേണ്ടത് വീട്ടിൽ നിന്ന് നമ്മൾ കമ്പ് കൊണ്ടുവരണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കബറിന്റെ മുകളിൽ വലിയ വലിയ മരങ്ങൾ വച്ച് പിടിപ്പിച്ച് ആ കബറിൽ എന്നേക്കുമായി അവകാശം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് തെറ്റാണ്. മയ്യത്ത് ദ്രവിച്ചു കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് ആ കബറിലുള്ള അവകാശം നഷ്ടപ്പെട്ടു. വേറെ മയ്യത്തുകൾ അവിടെ കബറടക്കപ്പെടേണ്ടതാണ്. പിന്നെയും അതിങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളത് തെറ്റാണ്. അതുകൊണ്ട് വലിയ മരങ്ങൾ വച്ചു പിടിപ്പിച്ച് എന്നൊന്നും അവിടെ അവകാശവാദം സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. മയ്യത്തിന്റെ അവസാന അസ്ഥിയും ദ്രവിക്കുന്നതോടുകൂടി ആ കബറിലുള്ള അവകാശവാദമായി മയ്യത്തിന്റെ അഹലുകാർക്ക്, കുടുംബക്കാർക്ക് നഷ്ടപ്പെടുകയാണ്. എന്നാണ് ഈ അസ്ഥി നശിക്കുക. കബറ് കുഴിക്കുന്ന സമയത്ത് അസ്ഥി കണ്ടാൽ കബറ് മൂടിയിട്ട് വേറെ കബറ് കുഴിക്കുകയാണ് വേണ്ടത്. പിന്നെ അത് തുടരാൻ പാടില്ല. കബറ് പൂർത്തിയായതിനു ശേഷമാണ് എല്ലും അസ്ഥിയൊക്കെ കാണുന്നതെങ്കിൽ ആ കബറിൽ തന്നെ ഒരു കുഴി കുഴിച്ചുകൊണ്ട് അവിടെ അത് കുഴിച്ചിട്ടിട്ട് അവിടെ മയ്യത്തിന് കബറെടുക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു മയ്യത്തിന് കബറിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ 7 ഘട്ടങ്ങളാണ്. കബറടക്കി കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്ന മാറ്റം മയ്യത്തിന്റെ ഗുഹ്യസ്ഥാനത്തും മയ്യത്തിന്റെ ശരീരത്തിലുമായിരിക്കും. കാരണം ദുനിയാവിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് വയറിനും ഗുഹ്യസ്ഥാനത്തിനുമാണ് മനുഷ്യൻ. ആദ്യം നാശം സംഭവിക്കുന്നത് അതിനാണ്. ശരീരം പച്ച നിറമായി മാറുകയും ആദ്യം മയ്യത്തിന്റെ ഗുഹ്യസ്ഥാനവും വയറും നശിക്കും. രണ്ടാമത് നാശം സംഭവിക്കുന്ന മയ്യത്തിന്റെ കുടല്, ഹൃദയം, കരള്, ഈ അവയവങ്ങൾക്കാണ്. ഈ ഇന്റേണൽ പാർട്സിന് രണ്ടാം ഘട്ടത്തിൽ നാശം സംഭവിക്കും. പിന്നീട് മയ്യത്തിന്റെ കണ്ണ്, മുഖത്തുള്ള നാവ്, മുഖത്തുള്ള അവയവങ്ങൾക്കെല്ലാം നാശം സംഭവിക്കും. ഇതെല്ലാം ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സംഭവിച്ചിരിക്കും. രണ്ടാമത്തെ ആഴ്ചയോടുകൂടി മയ്യത്തിന്റെ കണ്ണ്, മയ്യത്തിന്റെ മുടി കൊഴിയും. 15-ാം ദിവസം മുടി കൊഴിയാൻ തുടങ്ങും. 16-ാം ദിവസം 5 കിലോമീറ്റർ അപ്പുറത്തുള്ള പുഴുക്കൾക്ക് പോലും ഈ മയ്യത്തിന്റെ ബോഡിയുടെ സ്മെല്ലെത്തും. പുഴുക്കൾ വരും. 15-ാം ദിവസത്തോടുകൂടി കബറിൽ പുഴുക്കൾ നിറയും. നാം ഇന്ന് മനോഹരമായി നമ്മൾ ഈ സംരക്ഷിക്കുന്ന നമ്മുടെ ശരീരത്തേക്ക് പുഴുക്കൾ വരും. പുഴുക്കളെ കൊണ്ട് ശരീരം നിറയും. പിന്നീട് സംഭവിക്കുന്നത് മയ്യത്തിന്റെ അസ്ഥികളുടെ നാശമാണ്. 6 മാസത്തോടുകൂടി, 6-ാം മാസത്തോടുകൂടിയാണ് അസ്ഥികൾ ദ്രവിക്കാൻ തുടങ്ങുക. ആ അസ്ഥികൾ ദ്രവിച്ച് പൂർണ്ണമാകുന്നതിന് ഒരുപക്ഷെ വർഷങ്ങൾ എടുത്തേക്കാം. മണ്ണിന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് വർഷങ്ങൾ തന്നെ എടുത്തേക്കാം. ഒരു 25 വർഷത്തിന് ശേഷം മയ്യത്ത് ആ കബറിൽ, ഏതൊരു മയ്യത്തിന്റെയും കബറിൽ അവശേഷിക്കുന്നത് അജ്ബ് ദനബ എന്ന് പറയുന്ന നട്ടലിന്റെ അഗ്രഭാഗം മാത്രമായിരിക്കും. അല്ലാത്തതെല്ലാം നശിച്ചിട്ടുണ്ടാവും. അത് നശിക്കൂല. അതിൽ നിന്നായിരിക്കും പിന്നീട് അല്ലാഹു തആല പുനഃസൃഷ്ടി നടത്തുന്നത്. അതല്ലാത്ത എല്ലാ ശരീരഭാഗങ്ങളും വർഷങ്ങൾക്ക് ശേഷം നശിച്ചു കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഈ പച്ചത്തണ്ട് നടൽ സുന്നത്താണ്. അവകാശവാസം സ്ഥാപിക്കാൻ വേണ്ടി വലിയ നരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് കബർ എന്നേക്കുമായി സംരക്ഷിക്കുന്നത് ശരിയുമല്ല. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.